നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഐഡിയ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓവർ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നിങ്ങളുടെ വരയ്ക്കാനുള്ള കഴിവിനെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിനെ ഒരു ബാറ്ററി ആയിട്ട് സങ്കല്പിക്കുക. ആ ബാറ്ററി റീചാർജ് ചെയ്യാതെ നിങ്ങൾ അതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ നാൾ കഴിയുമ്പോൾ ബാറ്ററി ചത്തുപോകില്ലേ? അതുപോലെ തന്നെയാണ് ക്രിയേറ്റിവിറ്റി. നിങ്ങൾക്ക് ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നതും ഇടയ്ക്ക് ചിന്തിക്കാൻ കുറേ സമയം കൊടുക്കുന്നതും കലാകാരന്മാർക്ക് വളരെ നല്ലതാണ്, ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ. സോ നിങ്ങളുടെ ആർട്ട് വർക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ ബാറ്ററി റീചാർജ് ചെയ്യുന്ന പോലെ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കില്ലുകളും ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സും നമുക്ക് റീചാർജ് ചെയ്ത് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് വന്ന് വീണ്ടും നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകൾക്ക് റീചാർജ് ചെയ്യുന്ന പ്രോസസ്സ് വർക്കൗട്ട് ചെയ്യുന്നതോ ജിമ്മിൽ പോകുന്നതോ നടക്കാൻ പോകുന്നതായിരിക്കും. ചില ആർട്ടിസ്റ്റുകൾക്ക് ഗെയിം കളിക്കുന്നതായിരിക്കും. ചില ആർട്ടിസ്റ്റുകൾക്ക് സിനിമയ്ക്ക് പോകുന്നതായിരിക്കും. സോ നമ്മുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഹോബികൾ, ആർട്ട് അല്ലാത്ത മറ്റുള്ള ഹോബികൾ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ചെയ്യാനും റീചാർജായി വന്ന് ചിത്രകല വീണ്ടും തുടരാനും നിങ്ങൾ ശ്രദ്ധിക്കുക.